PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ മലയാളത്തിൻ്റെ 34ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പര്യായപദങ്ങൾ, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, ചിഹ്നങ്ങൾ, ഇത്രയും പോർഷൻസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള പോർഷനകത്തുനിന്ന് നമ്മൾ റിവൈസ് ചെയ്ത് തീർത്തതാണ് കഥാപാത്രം, കൃതി, രചയിതാവ്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുകയാണ്. നമ്മൾ ഇനിയും റിവൈസ് ചെയ്യുന്നത് പുതിയ പുതിയ പോർഷൻ. ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ചിഹ്നങ്ങളാണ്. അതുകൂടെ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് ഏകദേശം പോർഷൻസ്, സിലബസ് വൈസ് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 33 റിവിഷൻ ക്ലാസ്സിലായിട്ട് ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ദിവസം ഏകദേശം 20-25 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തു എന്ന് നോക്കുക കേട്ടോ. 34ാമത്തെ റിവിഷൻ ക്ലാസ്സിലെ പര്യായപദങ്ങൾ: ചിറക്, പത്രം, പക്ഷം, പദത്രം, ഗരുത്, ഛതം, വർണ്ണം. നന്നായിട്ട് പഠിച്ചെടുക്കുക. ചിറകിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? പത്രം, പക്ഷം, പദത്രം, ഗരുത്, ഛതം, വർണ്ണം. അടുത്തത് ആത്മകഥകളാണേ. 6 ആത്മകഥകൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. 6 ആത്മകഥകൾ റിവൈസ് ചെയ്യുന്നുണ്ട്. മരിക്കാത്ത ഓർമ്മകൾ, പാറപ്പുറം. മരിക്കാത്ത ഓർമ്മകൾ, പാറപ്പുറം. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ്. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ്. 7000 രാവുകൾ, തോപ്പിൽ കൃഷ്ണപിള്ള. 7000 രാവുകൾ, തോപ്പിൽ കൃഷ്ണപിള്ള. ഘോഷയാത്ര, KGS ജോർജ്. ഘോഷയാത്ര, KGS ജോർജ്. എട്ടാമത്തെ മോതിരം, KM മാത്യു. എട്ടാമത്തെ മോതിരം, KM മാത്യു. ചിദംബര സ്മരണ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചിദംബര സ്മരണ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മരിക്കാത്ത ഓർമ്മകൾ, പാറപ്പുറം. മരിക്കാത്ത ഓർമ്മകൾ, പാറപ്പുറം. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ്. 7000 രാവുകൾ, തോപ്പിൽ കൃഷ്ണപിള്ള. ഘോഷയാത്ര, KGS ജോർജ്. എട്ടാമത്തെ മോതിരം, KM മാത്യു. ചിദംബര സ്മരണ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത തൂലികാനാമങ്ങളാണ്. 4 തൂലികാനാമങ്ങൾ നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ള. പ്രേംജി MP ഭട്ടതിരിപ്പാട്. പ്രേംജി MP ഭട്ടതിരിപ്പാട്. MRB M രാമൻ ഭട്ടതിരിപ്പാട്. MRB M രാമൻ ഭട്ടതിരിപ്പാട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, കേസരി ബാലകൃഷ്ണപിള്ള, പ്രേംജി MP ഭട്ടതിരിപ്പാട്, MRB M രാമൻ ഭട്ടതിരിപ്പാട്. ചിഹ്നങ്ങളാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ചിഹ്നങ്ങൾ, മലയാളത്തിലെ ചിഹ്നങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ കാണിക്കുന്ന ചിഹ്നമുണ്ട്. കോമയുണ്ട്. അതുപോലെ തന്നെ കുത്തും കോമായും, 2 അംശബന്ധം പോലത്തെ ചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെല്ലാം നമ്മൾ എന്താണ് മലയാളത്തിൽ ഇതിനെന്ത് പേരാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പോയിന്റ്, അതായത് ഫുൾ സ്റ്റോപ്പ്, ബിന്ദു, പൂർണ്ണവിരാമം. സാധാരണ നമ്മൾ തെറ്റിപ്പോവും. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ആൾക്കാരാണല്ലോ. എല്ലാവർക്കും അറിയത്തില്ല എന്നല്ല പറയുന്നത് കേട്ടോ. അറിയാൻ വയ്യാത്ത ആരെങ്കിലും കാണും, അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. ഫുൾ സ്റ്റോപ്പ്, ബിന്ദു, പൂർണ്ണവിരാമം. കണ്ടിന്യൂഷൻ കാണിക്കുന്നത് ബിന്ദുമാല. ബിന്ദുവിൻ്റെ ഒരു ശ്രേണി പോലെ കാണിക്കുന്നത് ബിന്ദുമാല. കോമ, അങ്കുശം, അല്പവിരാമം. കുത്തും കോമായും രോധിനി അർത്ഥവിരാമം. രോധിനി അർത്ഥവിരാമം. അതായത് റേഷ്യോ കാണിക്കുന്ന പോലെ ഭിത്തിക അപൂർണ വിരാമം. ഭിത്തിക അപൂർണ വിരാമം. ക്വസ്റ്റ്യൻ മാർക്കിന് കാണിക്കുന്നത് ചോദ്യചിഹ്നം, കാകു. കാകു ചോദ്യചിഹ്നം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. മലയാളത്തിൽ ഇത് ഇങ്ങനെ അല്ലാതെ മലയാളം ഡിഗ്രി PG എടുത്തിട്ടുള്ളവർക്കൊക്കെ വേറെ അവരുടേതായിട്ടുള്ള ശൈലിയിലായിരിക്കും പറഞ്ഞു തരുന്നത്. പക്ഷേ ചിഹ്നങ്ങൾ നമ്മൾ എന്തായാലും ഈ ചിഹ്നങ്ങൾ ഇങ്ങനെയാണ്. ബിന്ദു, പൂർണ്ണവിരാമം, അതിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ബിന്ദുമാല, അങ്കുശം, അല്പവിരാമം, രോധിനി അർത്ഥവിരാമം, ഭിത്തിക അപൂർണ വിരാമം, കാകു ചോദ്യചിഹ്നം. ചോദ്യചിഹ്നത്തിന് പറയുന്ന പേര് കാകു എന്നാണ്. അപൂർണ വിരാമം, പൂർണ്ണമല്ലാത്ത ഒരു കുത്തല്ല, അപൂർണ വിരാമമാണ്. പൂർണ്ണവിരാമം എന്താണ്? ഫുൾ സ്റ്റോപ്പാണ്. അപൂർണ വിരാമം പൂർണ്ണമല്ലാത്ത വിരാമമാണ് അപൂർണ വിരാമം. രോധിനി അർത്ഥവിരാമം, അങ്കുശം അല്പവിരാമം, ബിന്ദുമാല അത് കണ്ടിന്യൂഷൻ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നെന്ന് കാണിക്കുന്നതാണ് ബിന്ദുമാല. എന്തായാലും ഈ ചിഹ്നങ്ങൾ പഠിച്ചെടുക്കുക. നമ്മളുടെ എക്സാമിന് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത് ആഴത്തിൽ പറഞ്ഞു തരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റിവിഷൻ ക്ലാസ്.
കൂടുതലായിട്ട് ഇതിൻ്റെ വിഷയത്തിൽ ആഴമായിട്ട് പഠിക്കുന്നവർ ഒക്കെ കാണും കേട്ടോ. എങ്കിലും നമ്മുടെ PSC എക്സാമിന് 10 മാർക്ക് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് മാക്സിമം എത്ര മാർക്ക് സ്കോർ ചെയ്യാം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 10 മാർക്കും കളയാതിരിക്കുക. ഒരു മാക്സിമം 10 മാർക്കും കിട്ടുക കേട്ടോ. മാക്സിമം 10 കിട്ടുകയുള്ളൂ. 10 മാർക്ക് നമ്മൾ വാങ്ങിക്കാൻ നോക്കുക. പോട്ടെ 9, 8എങ്കിലും വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഓരോ മാർക്കും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പര്യായപദങ്ങൾ പഠിച്ചു, ആത്മകഥകൾ പഠിച്ചു, തൂലികാനാമങ്ങൾ പഠിച്ചു. നമ്മൾ ഇന്ന് പുതുതായിട്ട് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു പോർഷൻ ചിഹ്നങ്ങളാണ്. നമുക്കിനി ഒരു റിവിഷൻ ക്ലാസ്സിലൂടെ നമുക്ക് ചിഹ്നങ്ങൾ കംപ്ലീറ്റ് ആകും. നന്നായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചെടുക്കണമെന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തത് മാത്രം ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. ചിഹ്നങ്ങളൊന്ന് ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നിടത്ത് ഒന്ന് ഭിത്തിയിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നമുക്ക് കാണണം, നമ്മുടെ കണ്ണെത്തണം, നമുക്കത് ഹൃദയസ്ഥമാക്കണം. ഒരു സ്കെച്ച് കൊണ്ട് ഒരു കോളമൊക്കെ വരച്ച് അതിനകത്ത് നമ്മൾ പണ്ട് കൊച്ചിലെ ഓരോന്ന് ഇന്ത്യയുടെ മാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് പഠിക്കില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇത് നമ്മളൊന്ന് ഒരു 2-3 ആഴ്ച അത് കാണത്തക്ക രീതിയിലൊന്ന് ഒട്ടിച്ച് വെച്ച് നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റിക്കോ. എന്തായാലും നമ്മുടെ എക്സാമിന് വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്കോർ ചെയ്യണം. പഠിക്കുന്നവരുടെ റൂം കണ്ടാൽ നമുക്കറിയാമല്ലോ, നല്ല ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു റൂം, നമ്മൾ പഠിക്കുന്ന മേശ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒക്കെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ എങ്കിലും അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ. അതൊരു 2-3 ആഴ്ച അത് അവിടെ കഴിഞ്ഞ് അത് മാറ്റുക. അടുത്ത എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളത് അത് അങ്ങനെ ചെയ്തെടുക്കുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ.